ബാങ്ക് വായ്പകൾ മനഃപൂർവ്വം തിരിച്ചടയ്ക്കാത്തത് 2644 കമ്പനികൾ രാജ്യത്തുണ്ടെന്നും ഇവർ 1,96,441 കോടിയാണ് ബാങ്കുകൾക്ക് നൽകാനുള്ളതെന്നും റിസർവ് ബാങ്ക് വെളിപ്പെടുത്തി. കിട്ടാക്കടത്തിന്റെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് വജ്രവ്യാപാരി മെഹുൽ ചോക്സിയുടെ ഉടമസ്ഥതയിലുള്ള ഗീതാഞ്ജലി ജെംസ് ആണ് നിലനിൽക്കുന്നത്. മനഃപൂർവ്വം കുടിശ്ശിക വരുത്തിയിട്ടുള്ള 100 കമ്പനികൾക്കുള്ള പേരുകൾ വിവരാവകാശ നിയമപ്രകാരം RBI പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. ഇത് പ്രകാരം ഗീതാഞ്ജലി ജെംസ് 8,516 കോടിയാണ് ബാങ്കുകൾക്ക് പ്രധാനമായും നൽകാനുള്ളത്. പഞ്ചാബ് നാഷണൽ ബാങ്കുമായി ബന്ധപ്പെട്ട വായ്പാ തട്ടിപ്പിന് നടത്തിയതിന് FIR രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ മെഹുൽ ചോക്സിയും അനന്തരവൻ നീരവ് മോദിയും 2018 ഇന്ത്യ വിടുകയും ചെയ്തിരുന്നു. രണ്ടാം സ്ഥാനത്ത് ABG ഷിപ്പ് യാർഡ് 4,684 കോടി ബാങ്കുകൾക്ക് നിലവിൽ നൽകാനുണ്ട്. കപ്പൽ നിർമ്മാണ വ്യവസായി ഋഷി അഗർവാളിന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനി 28 ബാങ്കുകളിൽ നിന്നും 22,800 കോടിയിലധികം രൂപ വായ്പ നേടുകയും ചെയ്തിരുന്നു. 2022 ഋഷി അഗർവാളിനെ CBI അറസ്റ്റ് ചെയ്യുകയുമുണ്ടായി. രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസുകളിൽ ഉൾപ്പെടുന്ന ഒന്നുകൂടിയാണിത്. കോൺകോസ്റ്റ് സ്റ്റീൽ ആൻഡ് പവർ 3,557 കോടി, എയറ ഇൻഫ്ര എഞ്ചിനീയറിംഗ് 3,507 കോടി, SCL ആഗ്രോ 3,367 കോടി, വിൻസം ഡയമണ്ട് ആൻഡ് ജുവലറി 3,356 കോടി, ട്രാൻസ്ട്രോയിഡ് 3,261 കോടി, റോട്ടോമാക്സ് ഗ്ലോബൽ 2,894 കോടി, സൂം ഡെവലപ്പേഴ്സ് 2,217 കോടി, യൂണിറ്റി ഇൻഫ്രാ പ്രോജക്ട്സ് 1,987 കോടി എന്നിങ്ങനെയാണ് പ്രധാനമായി വായ്പകൾ തിരിച്ചടയ്ക്കാത്ത പട്ടികയിൽ ഉൾപ്പെടുന്ന മുൻനിര സ്ഥാപനങ്ങൾ. വായ്പ മനഃപൂർവ്വം തിരിച്ചടയ്ക്കാത്തവരുടെ എണ്ണം 2020 മാർച്ചിൽ 2,154 കോടിയായിരുന്നു. 2024 മാർച്ചിൽ അത് 2,664 ഉയരുകയും ചെയ്തു. 4 വർഷ കാലയളവിൽ കിട്ടാക്കട വായ്പാ തുക 1,52,860 കോടിയിൽ നിന്നും 1,96,441 കോടിയായെന്നും RBI വെളിപ്പെടുത്തിയിട്ടുണ്ട്. വായ്പയടയ്ക്കാൻ ശേഷിയുണ്ടായിട്ടും തിരിച്ചടയ്ക്കാത്തവരെയാണ് ബാങ്കുകൾ വിൽഫുൾ ഡിഫോൾട്ടർ എന്ന ഗണത്തിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവർ ഫണ്ടുകൾ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കുകയോ ആസ്തികൾ വിൽക്കുകയാണ് ചെയ്യുന്നത്. മനഃപൂർവ്വം കിട്ടാക്കടം വരുത്തിയവർക്കായി ഈ വർഷം ആദ്യം RBI പുതിയ മാനദണ്ഡങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. 25 ലക്ഷവും അതിനു മുകളിലും കുടിശ്ശികയുള്ള എല്ലാ നിഷ്ക്രിയ ആസ്തി അക്കൗണ്ടുകളിലും ഇത്തരം വീഴ്ച വരുത്തുന്നവരുടെ വിവരങ്ങൾ പരിശോധിക്കാൻ ബാങ്കുകളോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 6 മാസത്തിനുള്ളിൽ ഈ നടപടി പൂർത്തിയാക്കുമെന്നാണ് പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം.